ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പിലേയും കണ്ടുണ്ടാവും. ഇത് വളർത്ത മീനാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് രോഹു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ മീനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് രോഹു എന്ന മീൻ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ 2 മീനിൻ്റെ തലയും കൂടിയും എല്ലാം ഇട്ടിട്ടാണ് ഇവിടെ കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മീൻ ഇവിടെ നന്നായി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് കീറിയത്, പിന്നെ ചതയ്ക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളിവെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ കറി വയ്ക്കുന്നത്. ആദ്യം നമുക്ക് ചതയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ചതച്ചെടുക്കാം, എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ ചതച്ചതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇതിപ്പോൾ 2 നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി നന്നായി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ മൂടി വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പയ്യെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഒന്നും കൂടി ഒന്ന് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ രോഹു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളർത്തു മീനും കൂടിയായിട്ടുള്ള ഇത് മീനാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.